ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ ബോട്ട്. ഇന്നും എന്നത്തെയും പോലെ തന്നെ ഒരു ജേർണലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ജേർണലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്ത് ഒരു കൊറിയൻ ഡ്രാമ കണ്ടിട്ടുണ്ടായി. ബോൺ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രാമ ആയിരുന്നു. അപ്പോൾ ആ ഡ്രാമ കണ്ടവർക്കറിയാം, അതിൽ ഒരു ബുക്കുണ്ട്, കുക്ക് ബുക്കാണ്, കൊറിയൻ കുക്ക് ബുക്കായിട്ടാണ്. അതിലെ ആ കിങ് ബുക്കിൽ ഒരുപാട് റെസിപ്പീസ്, പുതിയ കഴിക്കുന്ന റെസിപ്പീസ് എല്ലാം എഴുതിയിട്ടുള്ള, അതിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു ബുക്ക്. അത് കണ്ടപ്പോൾ എനിക്കെന്തോ അതുപോലെ ഒരു ജേർണൽ പേജ് തയ്യാറാക്കാനൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു, നമ്മുടെ ഫുഡിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു, കളറൊക്കെ ചെയ്തു. അതിന് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ജേർണൽ ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഞാൻ വരച്ചത് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ്, നല്ല രീതിയിൽ ഒരു സ്ട്രോബെറി ചീസ് കേക്കും, ഒരു എഗ് ടോസ്റ്റും, അതുപോലെ ഒരു കാരമൽ പുഡിങ്ങും ആയിരുന്നു. അപ്പോൾ വരച്ച് വന്നപ്പോൾ എനിക്ക് ആ പിക്ചേഴ്സ് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ 3 പിക്ചേഴ്സ് മാത്രം മതി ആ ജേർണലിൽ. ഇനി ഓവറായിട്ട് വെച്ച് ആർഭാടാക്കി കുളമാക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ആ 3 പിക്ചേഴ്സ് മാത്രം വെച്ചിട്ട് ഒരു നല്ല സിമ്പിളായിട്ടുള്ള ഒരു ജേർണൽ ഉണ്ടാക്കി. ഒരു കുക്ക് ബുക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പേജസ് ഉള്ള ഒരു ജേർണൽ. ആൻഡ് ആ ജേർണലിൽ ഈ 3 പിക്ചേഴ്സ് ഒട്ടിച്ചപ്പോൾ തന്നെ ആ പേജ് വളരെ കളർഫുള്ളായിട്ടും വളരെ ലൈവായിട്ടും എനിക്ക് തോന്നി. എസ്പെഷ്യലി ദാറ്റ് സ്ട്രോബെറി ചീസ് കേക്ക്. ആക്ച്വലി സ്ട്രോബെറി അല്ല, എനിക്ക് തോന്നുന്നത് റാസ്ബെറി ആണെന്ന്. എനിവേ, ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഫുഡിൻ്റെ പിക്ചേഴ്സ് നോക്കി അതുപോലെ നോക്കി വരച്ച സംഭവങ്ങളാണിത്. അപ്പം നിങ്ങൾക്കും ഇതിങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് എനിക്ക് കാരമൽ പുഡിങ്ങിലാണ് ചെറിയൊരു ഡൗട്ട്. അതെന്തോ ഹാറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാരമൽ പുഡിങ് എന്ന് ഞാനും സങ്കല്പിച്ചു. എനിവേ, അതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് എഴുതി. ആൻഡ് ആ പേജിൽ എനിക്ക് ആ കൊറിയൻ ഡ്രാമയുടെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. യുവർ മാജസ്റ്റി ആൻഡ് കുക്ക്യോൻ്റെ ആ ഒരു പേജിൽ ഞാനത് ഡിസ്ക്രൈബ് ചെയ്തു. ആൻഡ് ദ ബുക്ക്, എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയ ആ ബുക്ക്, മാങ്ക്രൂക്ക് ദ കുക്ക് ബുക്ക്, അതും ഞാനതിൽ എഴുതി ചേർത്തു. ആൻഡ് ദാറ്റ് വാസ് ദ ജേർണൽ. സിമ്പിൾ, ഈസി ആൻഡ് എന്താ പറയുക, വളരെ ഇഷ്ടത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ചെയ്ത് വരച്ച് ഒരുപാട് കാലത്തിന് ശേഷം കളറിങ്ങൊക്കെ കളർ പെൻസിലൊക്കെ കയ്യിലെടുത്ത ഒരു ജേർണൽ. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതാണ് നമ്മുടെ ജേർണലിൻ്റെ ഫൈനൽ റിസൾട്ട്, ജേർണൽ പേജിൻ്റെ. അപ്പോൾ ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.